എൻ്റെ പേര് സജി, എൻ്റെ മകള് അനറ്റ്. ഞാൻ വരുന്നത് ഇടുക്കി രൂപതയിൽ പണിക്കൻകുടി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണം എനിക്ക് ഭയങ്കരമായ കടബാധ്യതയും വീട്ടിൽ എപ്പോഴും രോഗങ്ങളും ഒക്കെ ആയിരുന്നു. രോഗങ്ങളൊക്കെ വന്നാണ് കടബാധ്യതകൾ ഒരുപാടായത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ്റെ ഭാര്യയ്ക്ക് വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് ഒരു ചാൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു എന്നാലോചിച്ചു. അപ്പോൾ അങ്ങനെ കൂട്ടുകാരനോടും പറഞ്ഞു, എന്നാൽ നമുക്ക് രണ്ടുപേർക്കൂടെ ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറ്റലിക്ക് പോയാൽ നല്ലതാണെന്ന് ഇങ്ങനെ എല്ലാവരും പറയുന്നത്. നമുക്കതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമൊന്നുമില്ല, ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടു, ഒരുപാട് ആൾക്കാരുമായിട്ട് ചോദിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഏജൻസി ആൾക്കാരെല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതകളൊന്നുമില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഒരു നേഴ്സല്ല, ഒന്നാതെ പ്രായം കൂടുതലായിപ്പോയി, 45 വയസ്സായി, അങ്ങനെ വലിയ വിദ്യാഭ്യാസമില്ല, അങ്ങനെ ഒരു യോഗ്യതയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അത് ഉപേക്ഷിച്ചു, പരിപാടി ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയ ഒരു ഏജൻസിയിൽ നിന്ന്, തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മാൾട്ടയിൽ ഒരു ജോലി, കെയർ ഗീവറായിട്ടൊരു ജോലി ശരിയാക്കി തരാം, 50,000 രൂപ ആദ്യം കൊടുത്താൽ മതി, ബാക്കി പിന്നെ എല്ലാം ശരിയായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് ഇത് പലിശയ്ക്കെടുക്കുന്ന പൈസയാണ്. അപ്പോൾ അവിടെ ചെന്ന് 50,000 രൂപ കൊടുത്തു. അത് അങ്ങനെ കൊടുത്ത് റെഡിയായി. പിന്നെ പലപ്പോഴായിട്ട് ഒരു 2 ലക്ഷം രൂപയോളം അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. 3 മാസം കൊണ്ട് കയറിപ്പോകാമെന്നാണ് പറഞ്ഞത്. 3 മാസമായി, 6 മാസമായി, എന്നിട്ട് അതിനൊരു തീരുമാനമില്ല. അവർ ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി. നേരിട്ട് ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അവരെ നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തൊരു നല്ല ജോലി ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി പത്രമൊക്കെ മേടിച്ച് വിതരണം ചെയ്തു. ഇവിടെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തിയൊക്കെ കുറേ ചെയ്തു. പക്ഷേ 3 മാസമായി, പുതുക്കേണ്ട സമയമായി, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്താ, ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, അച്ഛൻ ഓരോ കാര്യങ്ങളിങ്ങനെ പ്രസംഗത്തിലൂടെ പറയുമ്പോൾ അത് അച്ഛൻ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം എന്നെപ്പറ്റിയാണല്ലോ എന്നെനിക്ക് തോന്നിത്തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അപ്പോൾ ഞാൻ അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് ആൾക്കാരെ ഒരുപാട് പേരെ പറഞ്ഞ് അനേകം പേരെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, അനാഥാലയത്തിൽ പോയി പത്രം വിതരണം ചെയ്തു. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഭായിമാർ ഒരുപാട് ആൾക്കാർ പണിയാനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഹിന്ദി പത്രം വാങ്ങി ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് വിതരണം ചെയ്തു. തമിഴ്ക്കാരൊക്കെ ഇടയ്ക്കുണ്ട്, തമിഴ് പത്രം മേടിച്ചുകൊണ്ട് അവർക്ക് വിതരണം ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു വൈഫിൻ്റെ ഫോണിലേക്ക്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഐഡൻറ്റിറ്റി മാൾട്ടയിൽ അവർ ആപ്ലിക്കേഷൻ വെച്ചതിൻ്റെ ഒരു മെസ്സേജായിരുന്നു. അത് 1.5 വർഷമായപ്പോഴാണ് അവർ ആപ്ലിക്കേഷൻ വെച്ചത്. അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ സ്പീഡിൽ നടന്നു. 3 മാസം കൊണ്ട് എല്ലാം ഓക്കെ ആയി. VFSൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. മാൾട്ടയ്ക്ക് ഒക്ടോബർ 5-ാം തീയതി മാൾട്ടയ്ക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ജോലി ഇല്ല. അതിന് മുമ്പേ പോയ ആൾക്കാർക്ക് ജോലിയില്ല. ആകപ്പാടെ 2-3 മണിക്കൂറൊക്കെയാണ് ജോലി കിട്ടുന്നത്. അവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ്. പിന്നെ ഞാൻ ഒരു 2 മാസത്തോളം അവിടെ താമസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് പിന്നെയും പൈസ ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഒരുപാട് പൈസ മുടക്കായി. അപ്പോൾ ഇതെല്ലാം പലിശയ്ക്കും ബാങ്ക് ലോണൊക്കെ ആയിട്ട് എടുത്ത പൈസകളായിരുന്നു.
ഒന്നും നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഇറ്റലിയിൽ നമുക്ക് പരിചയമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അമ്പിളി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അമ്പിളിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം കേട്ടത് അമ്പിളി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം, എങ്ങനെയാണെങ്കിലും അവിടുന്ന് പോരാൻ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 15 ദിവസം കൊണ്ട് മാൾട്ടയിൽ നിന്ന് ഇറ്റലിക്ക് പോകാൻ പറ്റി. അവിടെ ചെന്ന് 8 ദിവസം പോലും റൂമിലിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഇറ്റലിയിൽ ജോലി ചെയ്തു വരുന്നു. ഞങ്ങൾ ആദ്യം ആഗ്രഹിച്ച അതേ സ്ഥലത്ത് തന്നെ മാതാവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. പിന്നെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ മകൾ, ഇവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഓണപരീക്ഷയുടെ സമയത്ത് ഇവൾക്കൊരു കണ്ണിലസുഖം വന്നു. ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കണ്ണിലസുഖം സുഖമായി കഴിഞ്ഞപ്പോഴത്തേനും ഇവളെ കാണുന്നതെല്ലാം 2ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം അത് കുഴപ്പമില്ലായിരിക്കും, അത് കാര്യമാക്കിയില്ല. അവൾ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്, മാങ്കടവ് കാർമൽ മാത എന്ന് പറയുന്ന ഹോസ്റ്റലിൽ. അവിടെ സിസ്റ്റർമാർ വിളിച്ചു, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ അടിമാലിൽ ആശുപത്രി കൊണ്ടുപോയി. അടിമാലിലെ 3 ഡോക്ടർമാരെ മാറി കാണിച്ചു. അങ്ങനെ ഒരു 15 ദിവസം അങ്ങനെ പോയി. അപ്പോൾ ഇവക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, എല്ലാം 2ആയിട്ട് കാണുന്നു, തലവേദന. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് അടിമാലിയിൽ നിന്ന് അങ്കമാലി ആശുപത്രിയിലേക്ക് അവർ പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് MRI സഹിതം എല്ലാം ചെയ്തു. അവിടെ 2 ദിവസം അഡ്മിറ്റായി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണാടി കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ തലവേദന, ഛർദ്ദിക്കാൻ വരവ്, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വളരെ കൂടുതലായി. അപ്പോൾ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു കണ്ണാടി മാറ്റി കൊടുത്തു, എന്നിട്ടും രക്ഷയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സങ്കടം എന്ന് പറഞ്ഞാൽ ഇവളുടെ ഭാവി പോകുന്നു. അന്നേരം ക്രിസ്മസ് പരീക്ഷ പിന്നെ അടുത്ത് വരുന്നു. 2 മാസം ഒന്നും പഠിച്ചിട്ടില്ല, എന്ത് ചെയ്യും എന്ന് ഞങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തൈലവും ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ഒരു തോന്നലുണ്ടാവുകയാണ്, നീ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ കൃപാസനത്തിൽ പോയാൽ പോരെ, അച്ഛനെ കണ്ടാൽ പോരെ എന്ന് എനിക്കിങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക. അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാർ പറഞ്ഞു, കൂത്താട്ടുകുളത്ത് ശ്രീധരിയ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, കണ്ണിലെ നല്ല ഹോസ്പിറ്റലാണ്, അവിടെ പോയാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൂത്താട്ടുകുളത്ത് വന്നു. അവിടെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്താൽ 100% പ്രതീക്ഷിക്കുന്ന വകയില്ല. നമ്മളെ കാണിച്ചു തന്നു. അവരിങ്ങനെ നോക്കുമ്പം ഒരു വലത് കണ്ണിലെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക് തെന്നി മാറിപ്പോവുകയാണ്. അപ്പം ഓപ്പറേഷൻ ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഇവൻ്റെ ഇളയ ആളും ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടേക്കാണ് വന്നത്. ഇവിടെ വന്നത് രാത്രിയായി. ഇവിടെ ഞങ്ങൾ പള്ളിയിലൊന്ന് ജസ്റ്റ് അടയ്ക്കാനായി. ഇവിടെ വന്ന് പള്ളിയിലൊന്ന് കയറാൻ പറ്റി. കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്ത് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്ന് അച്ഛന് കാണാൻ ടോക്കൺ കിട്ടി. അച്ഛൻ ഇവിടെ ഗേറ്റ് നിർത്തി ആൾക്കാരെ നിർത്തി പ്രാർത്ഥിച്ചപ്പം ഞാൻ അവിടെ നിന്ന് കരയുന്നു, കൊച്ച് ഇവിടെ ഇരുത്ത് കരയുന്നു. അപ്പോൾ അച്ഛനെ ഇവളോട് ചോദിച്ചു, എന്താ മോളെ നിനക്ക് പറ്റിയെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പം ഇവൾ കരച്ചിലാണ്. ഇവൾ പറഞ്ഞു, എനിക്കറിയത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തല കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം കൊച്ചിന് ഒരു കുഴപ്പമില്ല. ആദ്യത്തെ അതേ അവസ്ഥ തന്നെ, ഒരു കുഴപ്പമില്ല. കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റുന്നു. എല്ലാം ആ നിമിഷം തന്നെ സൗഖ്യം പ്രാപിച്ചു. അതിന് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഈ പത്രങ്ങളിലും വിതരണം ചെയ്യുന്നു. പിന്നെ പാവങ്ങൾ, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെ എല്ലാ വിഷമങ്ങളും കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ സാധാരണക്കാരുടെ എല്ലാ വിഷമങ്ങളും കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോറിക്ഷ ഫീൽഡെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മളെക്കാട്ടിലും ഒരുപാട് നിവൃത്തിയില്ല, ഭയങ്കര രോഗങ്ങളും പീഡകളും ബുദ്ധിമുട്ടുകളുമായിട്ട് വലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ കണ്ടുമുട്ടാറുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തെങ്കിലും പൈസ ഞാൻ കൊടുക്കാറുണ്ട്.
പിന്നെ കൃപാസനത്തിലേക്ക് അനേകം അനേകം ആൾക്കാരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജോൺസൺ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, ഇന്ന് വന്ന ദിവസത്തിനാണ് വന്നത്. 48 ആൾക്കാർ ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇനിയാണെങ്കിലും മുമ്പോട്ട് ഈശോയെയും മാതാവിനെയും കൂടുതൽ അറിയുവാനും ആ രീതിയിൽ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു.